സാധനം കയ്യിലുണ്ടോന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്നറിയോ? പണ്ടൊരിക്കെ ഞങ്ങളിങ്ങനെ പേര് പോലും അറിയാത്തൊരു മലയുടെ മുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ദൂരെ നിന്ന് എവിടുന്ന് ഒരു പരിചയമുള്ള ഭാഷ. മലയാളി സൈഡിൽ കൂടെ പോയി സാധനം കയ്യിലുണ്ടോന്നൊരു ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതാ ഇങ്ങനെയായി. എന്നാൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു മലയാളിനെ പരിചയപ്പെടുക എന്ന് വെച്ചാൽ ഇനി അവരാണെങ്കിലും അങ്ങ് ദുബായിന്ന് യൂറോപ്പ് ട്രിപ്പിന് വേണ്ടി വന്നിട്ട് നോർവേയിലെത്തിയ ഒരു മലയുടെ മുകളിൽ നിന്ന് ഞങ്ങളെ കണ്ടു. അന്ന് ടാറ്റ പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഇതാ വിന്ററിൽ വീണ്ടും നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി അവർ സ്കാൻഡിനേവിയ വന്നിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങൾ ഓസ്ലോ മൊത്തം കറങ്ങി പിന്നെ നേരെ പോയത് അങ്ങ് ദ്രോബാക്കിലേക്കാണ്. ഓസ്ലോന്ന് അധികം ദൂരമില്ലാത്തൊരു ക്യൂട്ട് ടൗൺ ആണ് ദ്രോബാക്ക്. മെയിൻ അട്രാക്ഷൻ അവിടുത്തെ ക്യൂട്ട് വീടുകളും കഫേസും പിന്നെ ഈ ക്രിസ്മസ് ഹൗസും ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ ക്രിസ്മസ് ശരിക്കും ആഘോഷിക്കാൻ തുടങ്ങിയത്. ചെറുപ്പത്തിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അമ്മയുടെ ചുവന്ന നൈറ്റി ഒക്കെ എടുത്ത് അടുത്ത വീട്ടിലൊക്കെ കരോള് പാടാൻ പോയിട്ടുണ്ട്. ഒരു സ്റ്റാർ തൂക്കി കേക്കും കൂടെ കട്ട് ചെയ്താൽ ക്രിസ്മസ് കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ ക്രിസ്മസ് വേറെ തന്നെ വൈബാണ്. ആ ഡെക്കറേഷൻസിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. നാട്ടിനാണെങ്കിൽ ഇത്തവണയും നമ്മുടെ ആൾക്കാർ ക്രിസ്മസിന് സ്റ്റാർ ഒന്നും തൂക്കരുതെന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടു. എല്ലാ മതത്തിന്റെ എല്ലാ സെലിബ്രേഷനും ആൾക്കാർക്ക് ആഘോഷിക്കാനുള്ളതല്ലേ. ആളുകൾ തമ്മിൽ കണക്ട് ചെയ്യുക, എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ നമ്മുടെ മസ്കേട്ടം വരെ കാറിൽ സാൻഡയാക്കി. അടുത്തൂടെ പോകുന്ന കാറൊക്കെ റെയിൻഡിയർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇനി സന്ധിക്കും വരെ വണക്കെന്ന് പറഞ്ഞ് അവർ തിരിച്ച് ദുബായിക്ക് പോയി. ഇതുപോലുള്ള അൺഎക്സ്പെക്ടഡ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു മാജിക് ആണ്.